കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അമ്മ ഇവിടെ നിൽക്ക്, ഞാൻ പോയി വണ്ടി എടുത്തിട്ട് വരാം. ഇവിടെ നിൽക്കാം. അയ്യോ, അദ്ദേഹം ചേച്ചി, എന്തായാലും നമ്മൾ ഇറങ്ങിയില്ലേ, എല്ലായിടത്തും നോക്കാം. ഏതേലും ഒരു സ്ഥലത്ത് അവൻ പൊങ്ങാതിരിക്കില്ല. അമ്മ കേറ്. ഹലോ, കേറ്. അമ്മേ, എന്താടി കാര്യം പറ. ശ്രീദേവ് ഭർത്താവിന്റെ പഴയ കല്യാണ ഡ്രസ്സും കൊണ്ട് പുറത്തേക്ക് പോയിട്ടുണ്ട്. അത് വെയിലത്തിട്ട് ഉണക്കിയെടുക്കാനാ. അവളിപ്പോ വരും. അമ്മ ഒന്ന് ഇങ്ങോട്ട് വന്നേ, വാ. സഞ്ജു ആ ഡ്രസ്സ് തന്നെ ധരിക്കും. നമ്മൾ അതിന്റെ പിന്നാലെ നടന്നിട്ട് കാര്യമില്ല. നമുക്കങ്ങനെ തോറ്റു കൊടുക്കാൻ പറ്റുമോ അമ്മേ? ശ്രീദേവിയുടെ ആ മോഹം ഞാൻ നിറവേറ്റി കൊടുക്കില്ല. നീ എന്ത് ചെയ്യാനാ പോകുന്നത്? ആ ഷർട്ടിന്റെ 2 കൈകളും ഞാൻ മുറിച്ചു മാറ്റും. അതിനെ ഞാൻ ചുട്ടുകളയും. പിന്നെങ്ങനെ അവൻ ആ ഷർട്ട് ധരിക്കുമെന്ന് എനിക്കൊന്ന് കാണണം. അമ്മ വാ. മോനെ ഇതും ധരിപ്പിച്ച് എൻഗേജ്മെന്റിന് കൊണ്ടുവരാന്നുള്ള നിന്റെ മോഹം ഞാൻ നടത്തി തരില്ലടി. വേഗം ആവട്ടെ. തൊട്ടുപോകരുത്. ഇതിന്റെ ഒരു നൂലിഴ ആരെങ്കിലും വെട്ടിയാ കൈ ഞാൻ വെട്ടും. എന്നാൽ അതൊന്ന് കാണട്ടെ. എന്റെ കൊച്ചുമോൻ ഈ പഴയ ഡ്രസ് ഇട്ട് വിവാഹ നിശ്ചയത്തിന് വരാൻ ഞാൻ സമ്മതിക്കില്ല. അവൻ എന്റെ മകനായിട്ടാ നിങ്ങളുടെ കൊച്ചുമോനായത്, അത് മറക്കണ്ട. അവന്റെ പേരിലല്ലേടി നീ ഈ വീട്ടിൽ കഴിച്ചു തൂങ്ങി കിടക്കുന്നത്. മുകുന്ദേട്ടൻ മരിച്ചപ്പോ തന്നെ നിന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കേണ്ടതായിരുന്നു. അത് ഞങ്ങൾക്ക് പറ്റിപ്പോയ തെറ്റ്. നിങ്ങൾ എന്തിനു മടിക്കുന്നു? അതിപ്പോഴും ആവാലോ. പക്ഷെ ഞാൻ തനിച്ചാവില്ല ഈ വീടിന്റെ പടി ഇറങ്ങുന്നത്. എന്റെ കൂടെ എന്റെ മോനും ഉണ്ടാവും. നീ ഞങ്ങളെ പേടിപ്പിക്കുകയാണോ? അല്ല, എന്റെ മകന്റെ നന്മയ്ക്ക് വേണ്ടിയാ 26 വർഷം ഞാൻ നിശബ്ദയായി ജീവിച്ചത്. സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. വെല്ലുവിളിയാണല്ലേ? നിങ്ങൾ എന്നോട് കാണിച്ചതൊക്കെ ഞാൻ എന്റെ മോനോട് പറയുന്നത് എങ്ങനെ വെല്ലുവിളിയാവും? മകനെ മുന്നിൽ നിർത്തി ഞങ്ങളെ അടക്കി നിർത്താമെന്ന് നീ കരുതണ്ട. നിന്റെ മകൻ നിന്നെ തള്ളിപ്പറയുന്ന ദിവസത്തിന് വേണ്ടിയിട്ടാ കവിത കാത്തിരിക്കുന്നത്. അമ്മ വാ. ഈ തെരുവിൽ ജീവിക്കുന്നവളോടൊക്കെ നമ്മൾ എന്തിനു സംസാരിക്കണം? വാ. വീട്ടുകാരോട് വഴക്കിടില്ലെന്ന് മുകുന്ദേട്ടന് തന്ന വാക്ക് ഞാൻ പാലിച്ചില്ല. എന്നോട് പൊറുക്കണേ. എന്നെ തലക്കടിച്ച് വീഴ്ത്തി ബാഗ് തട്ടിയെടുത്ത കള്ളൻ നിസ്സാരക്കാരനല്ല. ചേച്ചിയോടൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ അയാൾ അപ്പം തന്നെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കായിരുന്നു. പക്ഷേ കള്ളന്റെ കൂടെ അദ്ദേഹത്തെ കണ്ടതാ വിശ്വസിക്കാൻ കഴിയാതെ പോയത്. ആ കള്ളനുമായി എൻ്റെ ഭർത്താവിന് എന്ത് ബന്ധമുള്ളത്? അടുപ്പക്കാരെ പോലെയാ അവര് ചിരിച്ച് സംസാരിച്ചത്. അദ്ദേഹം ആ കള്ളനെ പോലെ ഒരാളല്ല.
സ്നേഹം നടിച്ച് അയാൾ അദ്ദേഹത്തെയും അപായപ്പെടുത്തും. ആ ദുഷ്ടനെ സൂക്ഷിക്കണമെന്ന് അദ്ദേഹത്തെ അറിയിക്കാനും മാർഗമില്ല. അമ്മ ഇവിടെ നിൽക്കുവാണോ? എനിക്കറിയാം, ആ കള്ളനെ പിടികൂടാൻ പറ്റാത്തതിന്റെ നിരാശയാണ് നിന്റെ മുഖത്ത്. എന്നെ കണ്ട അയാൾ വെറുതെ ഫോണിൽ പറഞ്ഞതാവും അയാൾ ആ സ്ഥലത്ത് വരുമെന്ന്. എനിക്കും അങ്ങനാ തോന്നുന്നത്. നമ്മളവിടെ എത്ര നേരം കാത്തു നിന്നതാ. നമുക്ക് പോലീസിൽ കംപ്ലൈന്റ് കൊടുത്താലോ? അമ്മ കൂടെ വന്നാൽ മാത്രം മതി. വൈകി പോയി നമുക്ക് കരുതണ്ട. സഞ്ജുവിന്റെ അടുത്ത ഫ്രണ്ടാ ഈ സിറ്റിയിലെ ACP ശ്രീരഞ്ജിനി. നമുക്കവരെ പോയി കാണാം. ഇനി അതിന്റെ പേരിൽ ഒരു അന്വേഷണം വേണ്ട ചേച്ചി. ഞാനിനി ഒന്നിനുമില്ല. എൻഗേജ്മെന്റിന് ഓഡിറ്റോറിയത്തിലെ കാര്യങ്ങളൊക്കെ ഒരു വിധത്തിൽ ഒപ്പിച്ചു. ഈവന്റ് മാനേജ്മെന്റ് കാര്യം വന്നിരുന്നു. അതിലൊരു സമാധാനമായി. ശരി, ഞാൻ വിളിക്കാം. എത്ര പേരുടെ ലിസ്റ്റാ പ്രഭ കൊടുത്തത്? നമ്മൾ തീരുമാനിച്ചത് തന്നെ. ആള് കൂടിയാലും അത് അവര് കൈകാര്യം ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ട്. ഒരുപാട് കല്യാണം നടത്തിയ കൂട്ടരാ. ആ, മോളുടെ ബാംഗ്ലൂരിലുള്ള ഫ്രണ്ട്സ് എത്ര പേരുണ്ടാവും? അവർക്ക് വേണ്ട അക്കോമഡേഷൻ ഇനി ഏർപ്പാടാക്കേണ്ടത്. ചായ. ആ, ബാംഗ്ലൂരിലെ ഫ്രണ്ട്സ് ഒന്നും ഉണ്ടാവില്ല. അവര് കല്യാണത്തിന് വന്നാ മതി. അമ്മുന്റെ ഒരു ചായ മതി, ഏത് ക്ഷീണവും പമ്പ അടക്കാൻ. എന്നാ അവളെ ഏതെങ്കിലും ടീ കമ്പനിക്ക് പരസ്യത്തിന് കൊണ്ട് കൊടുക്ക്. അങ്ങനെയാണെങ്കിൽ ഒന്നുകൂടെ ഉണ്ടമ്മേ. കൈപ്പുണ്യത്തിൽ അമ്മുവിനെ തൊപ്പിക്കാൻ ആരുമില്ല മക്കളെ. അതെ പ്രഭേ, പയ്യന്റെ വീട്ടിൽ പോയി ക്ഷണിക്കുന്ന ഒരു ചടങ്ങും കൂടിയുണ്ട്. അത് പ്രഭ മറന്നോ? നമുക്ക് നാളെ രാവിലെ മംഗലശ്ശേരിക്ക് പോവാടോ. ക്ഷണിച്ചാൽ മാത്രം പോരാ, എല്ലാവർക്കും ഡ്രസ്സും വാങ്ങണം. അച്ഛനും അമ്മയ്ക്കും എന്റെ കൂടപ്പിറപ്പുകൾക്കും ഡ്രസ് എടുക്കാൻ ഞാൻ തീരുമാനിച്ചതാ. അപ്പോ ശ്രീദേവിക്ക് മാത്രം ഇല്ലേ? അവര് പയ്യന്റെ അമ്മയാ. അവക്ക് ഞാൻ എന്തിനാ ഡ്രസ് എടുത്തു കൊടുക്കുന്നേ? അവളെന്റെ ആരാ? സഞ്ജുവിന്റെ അമ്മയായിട്ട് ഞാൻ അവളെ കാണുന്നത് പോലും ഇല്ല. എന്റെ ഏട്ടന്റെ മകനാ അവൻ. എന്റെ കണ്ണിൽ സഞ്ജുവിന് അമ്മയില്ല. ഇനി വിവാഹ നിശ്ചയത്തിന് ഞാൻ അവളെ ക്ഷണിക്കാനും തീരുമാനിച്ചിട്ടില്ല. എവിടെയൊക്കെ അവളെ അപമാനിക്കാമോ അവിടെയൊക്കെ ഞാൻ അവളെ തരം താഴ്ത്തും. ശ്രീദേവിയെ ക്ഷണിക്കാൻ നിന്റെ അമ്മ തയ്യാറല്ലെങ്കിൽ ഡ്രസ് എടുക്കാതിരിക്കുന്നേ നല്ലത്. സഞ്ജുവിന് വേദന ഉണ്ടാക്കുന്നതൊന്നും വേണ്ട. പറയാൻ പാടില്ലാത്തതൊക്കെ ഞാൻ അമ്മയോട് പറഞ്ഞു പോയത്. എനിക്ക് അങ്ങനെയൊരു തെറ്റ് പറ്റിപ്പോയതിൽ കുറ്റബോധമുണ്ടച്ഛ. ഇതാണോ മോളെ തെറ്റ്? നിന്റെ ഭർത്താവിന്റെ കൈ മുറിക്കുന്നതിന് തുല്യവാ അവർ ചെയ്തത്. വസുമതിക്ക് എങ്ങനെ അതിന് മനസ്സ് വന്നു? കൊള്ള, 1/4 നൂറ്റാണ്ട് പഴക്കമുള്ള തുണികളാരി കീറിക്കളയില്ലേ? ഇവർക്ക് ഇവിടെ പിടിച്ചു നിൽക്കാനേ അതൊക്കെ സൂക്ഷിച്ചു വച്ചേ മതിയാവും. ക്ഷമിക്കാൻ കഴിയാത്ത മഹാപരാധം ചെയ്തിട്ട് അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നു. ഇതിന്റെ പേരിൽ ഇനിയൊരു വഴക്ക് വേണ്ട അച്ഛ. അവിടെ തീർക്കാൻ കഴിയാഞ്ഞിട്ടല്ലേ നീ ഇവിടെ വന്ന് ആളി പടർത്തി വിട്ടത്? എന്നിട്ടൊരു പുണ്യവതി ചമയലും. ശ്രീദേവി പരിഭവം പറയാൻ വന്നതല്ല. വസുമതി, മാപ്പർഹിക്കാത്ത തെറ്റിനാ നീ കൂട്ടുതന്നത്. നീ ഇത്രത്തോളം അധപ്പതിക്കുമെന്ന് ഞാൻ കരുതിയില്ല. മകന്റെ കൈവെട്ടാൻ പോയ ഒരമ്മ. നിങ്ങളിൽ നിന്നേ ഇതിൽ കൂടുതലൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. നിങ്ങളാണല്ലോ ഇവക്ക് ഗീതോപദേശം നൽകുന്നത്. എന്റെ ഉപദേശം ശ്രീദേവി ചെവിക്കൊണ്ടിരുന്നെങ്കിൽ ഇക്കാലം അത്രയും അവൾക്കവിടെ നരകിച്ച് ജീവിക്കേണ്ടി വരില്ലായിരുന്നു. മകന്റെ മുന്നിൽ നിങ്ങൾക്ക് വേണ്ടി അവൾ സന്തോഷം നടിച്ചു. ശ്രീദേവി ശബ്ദിച്ചിരുന്നെങ്കിൽ നീയും നിന്റെ മക്കളും വാ തുറക്കില്ലായിരുന്നു. അങ്ങനെയൊന്നും പറയല്ലേ അച്ഛ. ആ സമയം അറിയാതെ പറഞ്ഞു പോയ വാക്കുകൾക്ക് അമ്മ എന്നോട് പൊറുക്കണം. എവിടെ മുതലാടി നിന്നോട് ഞാൻ പൊറുക്കേണ്ടത്? നീ ഈ കുടുംബത്തിൽ കാല് കുത്തിയ നിമിഷം മുതലോ? ഒരു കാലത്തും നിന്നോട് ഞാൻ ക്ഷമിക്കില്ല. എന്റെ മോന് പറ്റിപ്പോയ വലിയൊരു തെറ്റാ നീ. മരിക്കും വരെ എന്റെ മനസ്സിൽ വീണ കനലായി നീ ഉണ്ടാവും.
എന്തിന് ശ്രീദേവിയമ്മ ഇതൊക്കെ സഹിക്കുന്നു? അമ്മയ്ക്ക് വേണ്ടി ജീവിക്കുന്ന മകനോട് അമ്മ ചെയ്യുന്ന ചതിയാ ഇത്. സഹിക്കാൻ കഴിയുന്നില്ലല്ലോ ദൈവമേ. നീ ഇതിനു മുമ്പ് ഏതെങ്കിലും ഹോട്ടലിൽ അടുക്കളക്കാരിയായി നിന്നിട്ടുണ്ട്? ഇല്ല. അല്ല, നീ ഒരു ചായ ഉണ്ടാക്കിയ പോലും ഇവിടെയുള്ളവർ നിന്റെ കൈപുണ്യം വാഴ്ത്തുന്നതുകൊണ്ട് ചോദിച്ചതാ. വീട്ടിലായിരുന്നപ്പോ ഞാൻ എല്ലാ ജോലികളും ചെയ്തിട്ടുണ്ട്. ഏത് വീട്ടില്? വല്യമ്മയുടെ വീട്ടില്. ഓ, അപ്പൊ അവിടെ നീ അടുക്കളപ്പണിക്കാരിയായിരുന്നല്ലേ? ആ നാട്ടിൽ വന്ന ഏതോ വരത്തന്റെ കൂടെ നീ ചാടിപ്പോന്നതല്ലേടി? എന്റെ അദ്ദേഹം കല്യാണം കഴിച്ചതാ. പിന്നെ എവിടെ നിന്റെ ആ അദ്ദേഹം? നീ ഒന്നും പറയില്ലെന്ന് എനിക്കറിയാം. എന്തു ചെയ്യാം, എന്റെ മോൾക്ക് വകതിരിവില്ലാതായിപ്പോയി. താലി കഴുത്തിലിട്ട് ഭർത്താവില്ലാതെ കഴിയുന്ന നീ ഒരു അപശകുനം തന്നെ. നിക്കടി അവിടെ. നാളെ ഞങ്ങൾ തറവാട്ടിലേക്ക് പോകുമ്പോ നീ അവൾക്കൊപ്പം വന്നേക്കരുത്. അതുമാത്രമല്ലേ, വിവാഹ നിശ്ചയത്തിനും ശ്രീകുട്ടിയുടെ കൂടെ നീ ഉണ്ടാവാൻ പാടില്ല. ഒരു മംഗളകർമ്മം നടക്കുമ്പോ എന്റെ മോളുടെ നിഴലായി നിന്നെ പോലൊരു അപശകുനം പാടില്ല. നിന്റെ വിധി എന്റെ മോൾക്കും വരാതെ എനിക്ക് നോക്കണം. ശരി. ഞാനീ പറയുന്നതൊന്നും എന്റെ മോള് ചെവിക്കൊള്ളില്ലേ? അവളുടെ പ്രായം അതാ. നീ വരില്ലെന്ന് പറഞ്ഞാലും അവള് നിന്നെയും കൊണ്ടേ പോകും. ആരൊക്കെ എതിർത്താലും നീ ഇല്ലാതെ അവള് വിവാഹ നിശ്ചയത്തിന് വരില്ല. പക്ഷേ നീ അവളുടെ താളത്തിനൊത്ത് തുള്ളാൻ നിൽക്കരുത്. നിനക്കറിയാം ഞാൻ പറയുന്നതിൽ കാര്യമുണ്ടെന്ന്. വിവാഹ നിശ്ചയത്തിന് 1-2 ദിവസം മുമ്പേ നിന്റേതായ എന്തെങ്കിലും കാരണം പറഞ്ഞ് നീ ഒഴിഞ്ഞു പോണം. ഞങ്ങളൊക്കെ കാത്തിരിക്കുന്ന ആ ചടങ്ങ് കഴിഞ്ഞ് നീ തിരിച്ചു വന്നു. ദേ, ഞാൻ ഒരു എതിർപ്പും പ്രകടിപ്പിക്കില്ല. നിന്നെ എനിക്ക് തിരിച്ചറിയാൻ കിട്ടുന്ന ഒരു അവസരം കൂടിയായത്. അവളെ കല്യാണം കഴിക്കാൻ പോകുന്നവന്റെ കൂടെ അവൾക്ക് നീ നല്ലൊരു ജീവിതം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ പോയിരിക്കും. അല്ലെങ്കിൽ നിന്റെ വിധി അവൾക്ക് വരാനാ നീ ആഗ്രഹിക്കുന്നതെന്ന് ഞാൻ കരുതും. പിന്നെ നിന്നെ ഞാൻ ജീവനോടെ വെച്ചേക്കില്ല. നിനക്കിതെന്തു പറ്റി? വല്ലാത്ത ടെൻഷനാണല്ലോ. സഞ്ജു, എനിക്കിനി സ്വയം നെഞ്ചിലടക്കി ജീവിക്കാൻ വയ്യടാ. ഈ വീട്ടിൽ വന്ന നാൾ മുതലേ ഞാൻ കണ്ടും കേട്ടും അനുഭവിക്കുന്നതാ. ഇനി നീ അതറിയണം. നിനക്ക് എന്ത് പ്രശ്നമാടാ ഈ വീട്ടിലുള്ളത്? പ്രശ്നം എനിക്കല്ല, നിന്റെ അമ്മയ്ക്കാ, ശ്രീദേവി അമ്മയ്ക്ക്. നീ കരുതുന്ന പോലെ ഒരു വില നിന്റെ അമ്മയ്ക്ക് ഈ വീട്ടിലില്ല. മുത്തശ്ശനല്ലാതെ ഇവിടെ ആരും നിന്റെ അച്ഛൻ്റെ ഭാര്യ എന്ന സ്ഥാനം ശ്രീദേവി അമ്മയ്ക്ക് കൊടുത്തിട്ടില്ല. എടാ,
എന്റെ അമ്മയെ പറ്റിയാണോ നീ പറയുന്നത്? അതേടാ, ഇതൊന്നും ഒരിക്കലും നിന്നോട് പറയരുതെന്ന് ശ്രീദേവിയും എന്നെ വിലക്കിയിരുന്നു. നീ എന്തെങ്കിലും അറിഞ്ഞു പോയാ അമ്മയും കൂട്ടി ഇവിടുന്ന് ഇറങ്ങുമെന്നാ ആ പാവം കരുതിയത്. പാവപ്പെട്ട വീട്ടിലൊരു പെണ്ണിനെ നിന്റെ അച്ഛൻ സ്നേഹിച്ച് വിവാഹം കഴിച്ചതിന്റെ ശിക്ഷയാ നിന്റെ അമ്മ അനുഭവിക്കുന്നത്. നിനക്കറിയോ സഞ്ജു, നിന്റെ വലിയ പച്ചി ഈ വീട്ടിലേക്ക് വരാൻ മുന്നോട്ട് വെച്ച ഡിമാൻഡ് എന്താണെന്ന്? അവര് വരുമ്പോ നിന്റെ അമ്മയുടെ മുഖം കണ്ടുപോരുന്നത്. വല്യപ്പച്ചി പോവും വരെ ശ്രീദേവി അമ്മ മുറിയിൽ തന്നെ ഇരിക്കുമായിരുന്നു. വല്യപ്പച്ചി വരുമ്പോ സ്വീകരിക്കാൻ ഉണ്ടാവണമെന്ന് ഞാൻ അമ്മയോട് പ്രത്യേകം പറഞ്ഞതാ. എന്നിട്ട് അമ്മ എവിടെ പോയി? അമ്മേ, എന്താ അമ്മേ? പെട്ടെന്ന് ഒരു സുഖക്കുറവ് തോന്നി, അതാ കയറി പോകുന്നത്. സഞ്ജു, നിനക്കറിയോ 26 വർഷം മുമ്പ് വല്യപ്പച്ചി പിണങ്ങി ഈ വീട് വിട്ടു പോകാനുള്ള കാരണം നിന്റെ അച്ഛൻ നിന്റെ അമ്മയെ ഈ കുടുംബത്തിൽ കൊണ്ടുവന്നതാ. അന്ന് മുതൽ ആരോടും ഒരു പരാതിയും പറയാതെ ആ പാവം നിനക്ക് വേണ്ടി ഒതുങ്ങി ജീവിച്ചു. പക്ഷെ ജീവിതത്തിൽ ആദ്യമായി ഇന്ന് ശ്രീദേവി അമ്മ പൊട്ടിത്തെറിച്ചു. എന്തിനാ? നിന്റെ അച്ഛന്റെ വിവാഹ ഷർട്ടിന്റെ കൈമുറിച്ചു മാറ്റാൻ ഇന്നിവിടെ ഒരു ശ്രമം ഉണ്ടായി. നീ അത് ധരിച്ച് എൻഗേജ്മെന്റിന് പങ്കെടുക്കാതിരിക്കാൻ കവിതപ്പച്ചിയും മുത്തശ്ശിയും കണ്ടെത്തിയ മാർഗം. ഒന്നും ഞാൻ മാത്രം അറിയാതെ പോയല്ലോ രാജു. എന്റെ അമ്മ ഈ വീട്ടിൽ സന്തോഷവതിയാണെന്ന് ഞാൻ കരുതിയത്. പല നല്ല ചടങ്ങുകളിൽ നിന്നും അസുഖത്തിന്റെ പേര് പറഞ്ഞ അമ്മ ഒഴിഞ്ഞു നിൽക്കാനുള്ള കാരണം ഇന്ന് എനിക്ക് മനസ്സിലായത്. സഞ്ജു, സഞ്ജു, മോനെ, എന്താണ് എന്തായി കാണിക്കുന്നത്? എന്തിനമ്മ എനിക്കിങ്ങനെ ഒരു ശിക്ഷ തന്ന്? എന്താടാ മോനെ? സ്വന്തം അമ്മയെ തിരിച്ചറിയാൻ വൈകിപ്പോയ ഒരു മകനായ ഞാൻ. ഒരമ്മ 10 മാസം തന്റെ കുഞ്ഞിനെ ഉദരത്തിലെ ചുമക്കാറ്. എന്റെ അമ്മ 26 വർഷം ചുമന്ന സങ്കടവും വേദനയാണ് എന്റെ 26 വർഷങ്ങൾ